ഈ 3 പേര് ഇങ്ങനെ എണീറ്റ് നിൽക്കും. അപ്പൊ ഇവങ്ങനെ നോക്കുന്നത് എന്താ കുമ്പിട ഒന്ന് കുമ്പിട്ടാണ് എന്താണ് കുഴപ്പം, ഞാനും ദൈവത്തല്ലേ ആരാധിക്കുന്നത്, ഞാൻ കുമ്പിടുന്നില്ല, നിനക്കും കുമ്പിടാൻ പറഞ്ഞില്ല. എന്താണ് ഓണത്തിന്റെ ആരാധനകൾ എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കും. എന്നിട്ട് ഇത്രയും വിട്ടുത്തരങ്ങളൊക്കെ വിളമ്പ്. എല്ലാം ആചരിക്കാം, എല്ലാം ആഘോഷിക്കാം, ഓണത്തിനൊന്നൊരു കുഴപ്പമില്ല. അത്തപ്പൂ ഇടാം. ആരാധന അല്ല എന്ന് പറഞ്ഞാൽ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. അത് പഠിപ്പിക്കുന്നവരും അതിന്റെ പുറകെ പിൻചെല്ലുന്നവരും. ഹല്ലേലൂയ. ഓണമൊക്കെ നല്ല തകൃതിയായിട്ട് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആരാ? മറ്റുള്ളവരല്ല, ക്രിസ്ത്യാനികള്. മറ്റുള്ളവരല്ല, അവർക്ക് അവിടെ ആഘോഷമാണ്. പക്ഷെ നമ്മൾ ക്രിസ്ത്യാനികള് ഇത് ആഘോഷിക്കുവാനും പള്ളിയിൽ ഇങ്ങനെ അത്തപ്പൂ ഇടാനും അൾത്താരയിലൊക്കെ കയറ്റി ഓണപ്പൂ ഇടാനും അത് കൂടുതൽ ആഘോഷിച്ചുകൊണ്ട് വളരെ സദ്യ ഒരുക്കാനും ഒക്കെ വളരെ തത്രപ്പാടിലാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന് 4-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വഴി ഏതാണ്? വഴിയും സത്യവും ജീവനും ഞാനാണ്. യേശു പറയുകയാണ് വഴിയും സത്യവും ജീവനാണ്. ഈ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളാനാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും വേറെ ഒരു വഴിയായിരിക്കുന്നത്. ആ ഒരു വഴിയല്ല. യേശു ആകുന്ന വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളും. യേശു ആണ് ഏകരക്ഷകൻ, വഴി. ഇത് തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. ഇന്ന് ഈശോയാകുന്ന വഴി അത് തിരിച്ചുവിടാൻ, റൂട്ട് തിരിച്ചുവിടാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. യേശു അല്ല രക്ഷകൻ, യേശുവിലൂടെ എല്ലാം ആഘോഷിക്കാം. എല്ലാത്തിനും ദൈവം ഉണ്ടെന്നേ, എല്ലാ മതത്തിലും ദൈവം ഉണ്ടെന്നേ, എല്ലാത്തിനും കുഴപ്പമൊന്നുമില്ലെന്നേ. ഈ പരിപാടി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെയുള്ള വൈദികരൊക്കെ എങ്ങനെയാണ് ഈ തിരുസഭയിൽ അംഗമായിട്ട് ഈ വെള്ളക്കുപ്പായിട്ടുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്, തെറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസികളായി നിങ്ങളോട് പറയാ, ഇങ്ങനെയുള്ള കുറെ വൈദികരോ മെത്രാന്മാരോ ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ ഉണ്ടായേക്കാം, വഴി തെറ്റിക്കാൻ വേണ്ടി. വഴി യേശുവിനെ അല്ല, എല്ലാം ആചരിക്കാം, എല്ലാം ആഘോഷിക്കാം, ഓണത്തിനൊന്നൊരു കുഴപ്പമില്ല, അത്തപ്പൂ ഇടാം, ഓണക്കളികൾ കളിക്കാം, തിരുവാതിര കളിക്കാം, ഓണക്കുർബാന അർപ്പിക്കാം, ഇതൊന്നും ഒരു തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന വൈദികര് മെത്രാന്മാര് നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. പക്ഷെ അത് സൂക്ഷിച്ചു കൊള്ളാൻ ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഈ അടുത്ത ദിവസം ഒരു വൈദികൻ ഇങ്ങനെ ഒരു വൈദികനല്ല പലരും ഇങ്ങനെ പറയാറുണ്ട്, ഒരു വൈദികന്റെ വീഡിയോ കാണാനിടെ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള വൈദികർ പറയുന്നത് കേട്ട് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാൾക്കും താല്പര്യമില്ല. ഞാൻ ആ വൈദികൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾപ്പിക്കാം. ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാമോ? ഓണം അടുത്തു വരുമ്പോഴേക്കും ഇൻസ്റ്റഗ്രാമിന്റെ മെസ്സേജസിൽ വന്നിട്ടുള്ള ഒത്തിരി പേരുടെ ചോദ്യമാണ്, അച്ഛാ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാമോ? കാരണം പലരും പറയുന്നുണ്ട് ഇത് വിഗ്രഹാരാധനയാണ്, അത് പള്ളികളിൽ ആഘോഷിക്കാൻ പാടില്ല. മുസ്ലിം സഹോദരങ്ങൾ ഈ ഇടയ്ക്ക് ഒരു കമന്റ് പലതും വന്നത് നമ്മൾ കണ്ടു, വാർത്തയായി, അവർക്ക് ഓണം ആഘോഷിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ്? വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതാണ് ഓണം ആഘോഷിക്കാമോ ക്രിസ്ത്യാനികൾക്ക് ആഘോഷിക്കാമോ. ഇത് അറിവില്ലാത്ത ആളുകൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. പഠിപ്പും വിവരവുമുള്ള ആളുകൾ ഇത്രയ്ക്ക് വിവരദോഷം പഠിപ്പിക്കുന്നതാണ് ഒട്ടും മനസ്സിലാവാത്ത കാര്യം. 10-13 വർഷം വൈദികനാവാൻ പഠിച്ചിട്ട് ഇവർക്കൊക്കെ ആരാണ് ലോകം ഉടത്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 13 വർഷം വിശുദ്ധ ഗ്രന്ഥം പഠിച്ച് അതിന്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ചിട്ടും ഇവര് പറയുകയാണ് അത് തെറ്റല്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഈ വൈദികനിപ്പോ ചോദിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന മെസ്സേജ് കണ്ടിട്ടാണ് ആൾക്കാരോട് പറയുന്നത് ഓണം ആഘോഷിക്കാം എന്നുള്ള കാര്യം. ഈ ഓണാഘോഷത്തെ നോക്കി കാണുന്നത് ഉറപ്പായിട്ടും ഇതിനൊരു ഉത്തരവുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാം. കാരണം ഇത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്, കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമാണ്. ഓണം ആഘോഷിക്കാം, ഇത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണെന്ന് ബഹുമാനപ്പെട്ട അച്ചാന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത്രയും വിവരദോഷം പൊട്ടത്തരം പഠിപ്പിക്കുന്ന ആൾക്കാർ ആ വൈദികനെന്ന് വിളിക്കാൻ പറ്റില്ല. ഒരുപാട് നല്ല വൈദികരുണ്ട് കേട്ടോ, വിശുദ്ധരായിട്ടുള്ള വൈദികർ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരോട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര പൊട്ടത്തരം പഠിപ്പിക്കുന്ന ആൾക്കാരെ എനിക്ക് വൈദികനെന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. താങ്കൾക്കൊന്ന് പറയാമോ എങ്ങനെയാണ് ഇത് ദേശീയ ഉത്സവമായി മാറിയത്? എന്ന് മുതലാണ് ഇത് ദേശീയ ഉത്സവമായിട്ട് മാറ്റി എന്ന് തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. കാരണം 1962 പട്ടം താണിപ്പിള്ള അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ ഓണാഘോഷങ്ങൾ ദേശീയ ഉത്സവമായിട്ട് ആഘോഷിക്കണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഒന്നും സാധിക്കാം. അന്നത്തെ ഹൈന്ദവര് ഇതൊന്നും സമ്മതിച്ചില്ല. കാരണം അന്നത്തെ ഹൈന്ദവർ പറയുകയാണ്, അവർ ആ കാലഘട്ടത്തില് നല്ല അടിയുറച്ച വിശ്വാസത്തില് ഹൈന്ദവരുടെ ആ അടിയുറച്ച വിശ്വാസത്തിൽ ആരാധനയിൽ മുഴുകിയിരുന്ന ആളുകൾ സമ്മതിച്ചില്ല. കാരണം അവരുടെ ആചാരം മറ്റുള്ളവർക്ക്
ആൾക്കാർക്ക് അത് ദേശീയ ഉത്സവം ആക്കരുത് എന്ന് അവര് തന്നെ എതിർത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് 1962 കാലഘട്ടങ്ങളിലൊക്കെ. എന്നാൽ ഇത് ആ പട്ടംതാണിപ്പോൾ സർക്കാർ പാഠപുസ്തകത്തിലൂടെ ഒക്കെ ഇതിനെ തന്ത്രപൂർവ്വം കയറ്റി വെച്ച് അത് ദേശീയ ഉത്സവമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കുട്ടികളായിരിക്കും, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇത് കേൾക്കുന്ന, അങ്ങനെ പഠിപ്പിച്ച് തലയിൽ കുത്തി നിറച്ച് ഇവര് ദേശീയ ഉത്സവമാക്കി മാറ്റിയതാണ്. അതിനു മുമ്പ് ആരായിരുന്നു ഇത് ആഘോഷിച്ചുകൊണ്ടിരുന്നതെന്ന് താങ്കൾക്കൊന്ന് പറയാൻ പറ്റുമോ? താങ്കൾ ഇത് പഠിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് ഹൈന്ദവരുടെ ദേവാലയങ്ങളിൽ മാത്രം ആരാധിച്ചുകൊണ്ടിരുന്ന വാമനനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ആരാധന മാത്രമാണ് ഓണം എന്നുള്ളത്. പാതാളത്തിലേക്ക് പോയ മഹാബലി അസുരൻ, പിശാച്, അവരുടെ കാഴ്ചപ്പാടിൽ പിശാച് തന്നെയാണ്. ഈ പിശാചിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടായിട്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷം അല്ല ശരിക്കും വാമനന്റെ ജയന്തിയാണ്. വാമന ജയന്തിയാണ് ശരിക്കും ഓണം ആഘോഷം അത് തൃക്കാക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായ തെളിവുകളുണ്ട്. അദ്ദേഹം പറയുകയാണ് ഇത് ദേശീയ ഉത്സവമാണ്, എന്നോദരാണെന്ന് പഠിച്ചിട്ട് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ, നിശ്ചയില്ലാത്തവരവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മ ദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ശ്രോണ എന്നതിന് പറയുക. ശ്രോണയാണ് ഈ ഓണായത്. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്തം. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതിന്റെ അരിമാവ് കൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവ് കൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. ഈ വാമനാവതാരം ഉണ്ടായ ദിവസമായതുകൊണ്ട് വാമന ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ കൊണ്ടാടില്ലേ, നമ്മൾ നല്ല ഗംഭീരമായിട്ട് കൊണ്ടാടണില്ലേ? അതുപോലെ കൊണ്ടാടുന്ന ദിവസമാണ് ആര്? ഈ ഓണം. അത് 5-10 ദിവസം മുമ്പേ തുടങ്ങും ഭഗവാനെ പ്രാധാന്യം കൊണ്ടേ. അതാണ് ഈ ഭഗവാനെ പൂജ കഴിക്കണതിന്റെ പ്രത്യേകത. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ നാട്ടില് ഈ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു വിളമ്പണത്. ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ വായിച്ച അർത്ഥമാണ്, പ്രധാനപ്പെട്ട എല്ലാ ശ്ലോകങ്ങളും ചൊല്ലിയിട്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഭഗവാൻ വാമനമൂർത്തി രാജാവിന്റെ തലയിൽ കാല് വെച്ചു എന്ന് ആരെങ്കിലും കേട്ടുവോ? ചവിട്ടിയെന്നോ താഴ്ത്തിയെന്നോ കേട്ടുവോ? നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് ധരിച്ച വിഡ്ഢിത്തല്ലേ ഈ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക്. ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം. എന്നാൽ അതേസമയം തന്നെ അതിന് ഹൈന്ദവ മതത്തിൻ്റെതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ലല്ലോ. ആരാധന മാറ്റി നിർത്തിയാൽ ആഘോഷങ്ങൾ പൂർണ്ണമായും അവയുടെ ഭാഗമാകാനായിട്ട് നമുക്ക് സാധിക്കും. ഹൈന്ദവ മതാചാരമായിട്ട് അനുഷ്ഠാനങ്ങളുണ്ട്, അവരുടെ മതമായിട്ട് ബന്ധമുണ്ടെന്ന് ഇദ്ദേഹം തന്നെ സമ്മതിക്കുക. അപ്പൊ പിന്നെ എന്തിനാണാവോ ഈ ഓണം നമ്മൾ ആഘോഷിക്കുന്നത്? നമ്മൾ ആഘോഷിക്കാമെന്ന്, ഇത് സാംസ്കാരിക ഉത്സവമാണെന്ന് പറയുന്നത്, ഇത് രണ്ടും പറയുന്നത് ഒരേ വാക്കിൽ നിന്ന്. ഇദ്ദേഹം പറയുന്നത് ആരാധന മാറ്റി നിർത്തിയാൽ അത് നമുക്ക് ആഘോഷിക്കാമെന്നാണ്. ലേവിയുടെ പുസ്തകത്തിൽ 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നത് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും അതിന് ശിക്ഷയുണ്ട് എന്നതാണ്. അറിയാതെ പോലും തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ആരാധന മാറ്റിവെച്ചിട്ട് നമ്മളിത് ആഘോഷിച്ചോ എന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതിന് തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? മത്തായിയുടെ സുവിശേഷത്തിലെ 12-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട്, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ വ്യർത്ഥ വാക്കിന് പോലും കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ഈശോ പറയുമ്പോൾ ഇല്ല ഓണപ്പൂവിടാം, അത് ആരാധന അല്ല എന്ന് പറഞ്ഞാൽ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. അത് പഠിപ്പിക്കുന്നവരും അതിന്റെ പുറകെ പിൻചെല്ലുന്നവരും അതിന് കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട്, ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ അസുരനായ മഹാബലിയെ ആരാധിക്കുന്നത് അല്ലെ ആ ആഘോഷം നമ്മളെ ഭാഗമാക്കി മാറ്റുന്നത് നമ്മുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എത്രയോ അധികമായിട്ട് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28 പറയുന്നുണ്ട്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ
വ്യഭിചാരം ചെയ്തതാണ്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്ന വ്യഭിചാരം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സ്ത്രീയെ നോക്കി വ്യഭിചാരം ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ആസക്തിയോടെ നോക്കിക്കഴിഞ്ഞാൽ പോലും വ്യഭിചാരം ചെയ്യുന്നു എന്നാ പറയുന്നത്. ആസക്തിയോടെ നോക്കിയ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഓണം സാംസ്കാരിക ഉത്സവമാണ്, അത് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന് എത്രയധികം കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് 5:21 പറയുന്നുണ്ട്. കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാണ്. എന്നാൽ ഈശോ പഠിപ്പിക്കുകയാണ് കോപിച്ചാൽ ന്യായവിധിക്ക് അർഹനാകും. അങ്ങനെയാണെങ്കിൽ ഓണം ആഘോഷിക്കണ്ട, അവിടെ ആരാധിക്കണ്ട, ആരാധന മാറ്റി വെച്ചാൽ ആഘോഷിച്ചാൽ തന്നെ ന്യായവിധിക്ക് നീ അർഹനായി തീരും എന്നുള്ളത് ഈശോ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം വചനമൊന്നും അറിയാതെ, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം അറിയാതെ ഇത്തരം പൊട്ടത്തരം പഠിപ്പിക്കുന്നവരെ എന്തിനാണ് ഇങ്ങനെ വൈദികനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ന് ചില സമയത്തൊക്കെ ചിന്തിക്കാറുണ്ട്. വള്ളംകളി, അതുപോലെ വടംവലികൾ, പുലിക്കളി, അതുപോലെ ഊഞ്ഞാലാട്ടം, അങ്ങനെ തുടങ്ങി എന്തുമാത്രം മനോഹരമായിട്ടുള്ള ഓണത്തിന്റെ ഓർമ്മകൾ നമുക്കുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർഗീയത കലർത്തരുത്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളത്. അതിനെ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണം ആഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുക. ഇങ്ങനെയൊരു സ്ഥലം എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ കേരളം മാത്രമായിരിക്കും. കാരണം ജാതി മത ഭേദമന്യേ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണത്തിന്റെ സന്ദേശം തന്നെ അതാണ്. കള്ളവുമില്ല, ചതിയുമില്ല, അതുപോലെ ലോകമെങ്ങും സമാധാനം നിറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ആഘോഷം. അതിലേക്ക് മതം കലർത്താതെ, വർഗീയ ചിന്തകൾ കലർത്താതെ സന്തോഷത്തോടെ ഈ ഒരു ഓണ ദിനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇതെല്ലാം ആഘോഷിക്കാന്നുള്ള പറയുന്നത് ഇതൊന്നും ഒരു കുഴപ്പമില്ലെന്ന്, ഇതെല്ലാം ആരാധനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം ഇദ്ദേഹം പറയുന്നില്ല. നമ്മുടെ ദേവാലയത്തിലെ ഈശോയുടെ മുമ്പിലൊക്കെ നമ്മളിങ്ങനെ പൂക്കൾ കൊണ്ടു വെക്കാറുണ്ട്. ഈ പൂക്കള് ആരാധനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ശരിയാവും. കാരണം ബഹുമാനാർത്ഥമാണ്, നമ്മുടെ സ്നേഹത്തിന്റെ പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ ഈ വള്ളംകളി, പുലികളി ഇതൊക്കെ ആരാധനയുടെ ഭാഗം തന്നെയാണ്. ഇത് ആരാധന ഭാഗമാണ്. അവരുടെ ഹൈന്ദവരുടെ പുരോഹിതന് തന്നെ ഇത് പറയുന്നുണ്ട്. ഓണാഘോഷത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം ഹിന്ദു സമൂഹം മറക്കരുത്. ശ്രീമദ് ഭാഗവത പുരാണത്തിലാണ് വാമനമൂർത്തിയെ കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച് തന്റെ ഭക്തനായ മഹാബലിയെ അനുഗ്രഹിക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് നാം ഓണത്തെ കാണേണ്ടതും ആഘോഷിക്കേണ്ടതും. അതിന്റെ കൂടെ നിങ്ങൾ വടംവലികളും അതുപോലെ തന്നെ പുലികളികളും എല്ലാം ആഘോഷങ്ങളും ആഘോഷിച്ചോ, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം മറക്കരുത്. ഓണസദ്യയും ഓണക്കോടിയും പൂക്കളവും എല്ലാം ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് നാം ആഘോഷിക്കുകയാണെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് മനസ്സിലാവും എന്തിനാണ് നാം ഓണം ആഘോഷിക്കുന്നത്. ദയവ് ചെയ്തിട്ട് വർഗീയത ഇതിനകത്ത് എന്താ വർഗീയത ഉള്ളത്? കാരണം അവരാഘോഷിച്ചോട്ടെ, അവരാഘോഷിക്കരുതെന്ന് പറയുമ്പോഴേ വർഗീയതയാവുന്നുള്ളൂ. ഞാൻ ആഘോഷിക്കുന്നില്ല, നമ്മൾ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയാവണം? എനിക്കിഷ്ടമല്ല, എനിക്കൊരു ഭക്ഷണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, അത് ഞാൻ കഴിക്കുന്നത് അതെങ്ങനെ മറ്റുള്ളവർക്ക് വിരുദ്ധമാവണം? എനിക്ക് താല്പര്യമില്ലാത്ത ഒരു ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ഇത് ആഘോഷിക്കുന്നില്ല, എനിക്ക് ഇത് താല്പര്യമില്ല. കാരണം ഞാൻ എൻ്റെ കർത്താവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അതല്ലാത്തത് ബൈബിളിൽ പറയാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുകയില്ല എന്ന് ഞാൻ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ് വർഗീയതയാവണമെന്ന് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം പറയുന്നത് അത് വർഗീയതയാവും എന്നുള്ളതാണ് പറയുന്നത്. വർഗീയത പഠിപ്പിക്കരുത് എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ വർഗീയത പഠിപ്പിക്കുന്നത്. കാരണം ക്രിസ്ത്യാനികൾ മുഴുവനും വഴിതെറ്റിക്കുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള വിവരദോഷികൾ ആണ് എന്നുള്ളത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ചർച്ചകൾക്ക് വിധേയമാക്കാതെ ഓണം ആഘോഷിക്കണം. ഒന്ന് ചർച്ച ചെയ്ത് നോക്കുക സഹോദര, ഒന്ന് ചർച്ച ചെയ്ത് നോക്കുക, ഒന്ന് പഠിച്ചു നോക്കുക, ഇതിന്റെ ചരിത്രം പഠിച്ചു നോക്കുക. എന്താണ് ഓണത്തിന്റെ പിന്നിലുള്ള കഥകൾ, എന്താണ് ഓണത്തിന്റെ ആരാധനകൾ എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. എന്നിട്ട് ഇത്രയും വിട്ടിത്തരങ്ങളൊക്കെ വിളമ്പ്. ഈ മറ്റുള്ള സാധാരണക്കാരായ ഒന്നും അറിയാൻ പാടില്ലാത്ത കുറെ പാവം ജനങ്ങളുണ്ട്. അവരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പൊട്ടത്തരം വിളിച്ചു പറയുന്ന കുറെ നേതാക്കന്മാരുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ. അവരെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ, ബൈബിളിൽ എന്താണോ പഠിപ്പിക്കുന്നത്, സഭ എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രം പഠിക്കുക. സഭ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള പൊട്ടത്തരം വിളിച്ചു പറയുന്ന ഏതെങ്കിലും ഒരു വൈദികനല്ല സഭ. പാരമ്പര്യമുണ്ട്, പ്രാചീന കാലം മുതൽ വന്നിട്ടുള്ള ചരിത്ര സംഭവങ്ങളുണ്ട്, നമ്മളെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് സഭ. അല്ലാണ്ട് ഇത്തരത്തിലുള്ള ഒരാള് ഉടനെ വന്ന് പൊട്ടുപൊളിച്ചിട്ട് എല്ലാം ആഘോഷിച്ചോ എന്ന് പറയുന്ന ആളല്ല സഭ എന്ന് സാധാരണ ക്രിസ്ത്യാനി നീ മനസ്സിലാക്കിക്കൊള്ളുക. ലോകത്തിൽ തന്നെ ഇത്ര ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല. ശരിയാണല്ലേ? കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്. ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങൾ, ഇന്ത്യയുടെ മുഴുവനും സഞ്ചരിച്ചിട്ടുള്ള വ്യക്തി, വേറെ എങ്ങും ഇതിനെക്കുറിച്ച് അറിയില്ല. മലയാളി എവിടെ പോകുന്നു അവിടെ ഇതൊക്കെ അങ്ങോട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. മലയാളി അത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്, മുൻപന്തിയിൽ നിൽക്കുന്നതും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് തന്നെ.
ഓണത്തിന്റെ ചിന്ത തന്നെ കള്ളവുമില്ല ചതിയുമില്ല എന്ന് ഇദ്ദേഹം പറയുന്നത്. ആള് ജീവിച്ചിരുന്നോ എന്ന് പോലും അറിയില്ല. കാരണം വാമന അവതാരം എന്ന് പറയുന്നത് എന്റെ പുരാണം അനുസരിച്ച് 5ാമത്തെ അവതാരമാണ് വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ 6ാമത്തെ അവതാരത്തിലാണ് പരശുരാമൻ കേരളം ഉണ്ടാക്കിയിരുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. അപ്പൊ കേരളം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഇവിടെ മഹാബലി ഭരിച്ചിരുന്നു എന്ന് ഭരിച്ച മഹാബലിയെ വാമനൻ വന്ന് ചവിട്ടി താഴ്ത്തി എന്നും പറയുന്നത് എന്തൊരു വിരോധാഭാസം. ഇത്രയും വിത്തുകളുടെ പുറകെ പോകാൻ, ഇത്രയും പൊട്ടത്തരങ്ങളുടെ പുറകെ പോകാൻ എന്തോ ഒരു ഉത്സാഹമാണെന്ന് ആലോചിക്കുന്നത്. എത്രയോ വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വിശുദ്ധ ബൈബിളിൽ ഉണ്ട്, സഭ ചരിത്രത്തിലുണ്ട് എന്നുള്ളത് വിശ്വസിക്കാതെ ഇത്രയും മിത്ത് കഥകൾ കേട്ട് പുറകെ പോകാൻ, മയപ്പെടുത്തി വ്യാഖ്യാനിച്ച് നടത്താൻ ഇത്തരത്തിലുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യം. ആചാരങ്ങൾ അനുഷ്ഠിച്ച് അവരുടെ ജീവിതചര്യകൾ അനുഷ്ഠിക്കുന്ന ആളുകൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളിത് ശ്രദ്ധിച്ചു നോക്കിയോ. തിരുവോണം ദിവസം ഭഗവാൻ അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായിട്ട് മഹാവിഷ്ണു വാമനനായി അവതരിച്ച ദിവസം. അപ്പൊ ശരിക്കും വാമന അവതാരമാണ് തിരുവോണം. വിഷ്ണു ക്ഷേത്രങ്ങളില് തിരുവോണമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെ കാലമായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾ ചെയ്തു വരുന്നൊരു വഴിപാടാണ്. പക്ഷെ അതിഥിക്ക് പുത്രനായി ഭഗവാൻ വന്ന് അതിഥിയുടെ കുട്ടികളുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു കൊടുക്കും. നമുക്കും സന്തതിയില്ലാത്തവര് വിഷ്ണു ക്ഷേത്രങ്ങളിൽ തിരുവോണമൊക്കെ നടത്തി കുട്ടികൾക്ക് സദ്യയും പായസവും കൊടുക്കും. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വഴിപാടാണ് കേരളത്തിൽ പ്രത്യേകിച്ച്. അതുപോലെ മഹാബലി എങ്ങനെയാ കേരളം മാണുമെന്നും കേരളത്തില് ആയിരുന്നു അദ്ദേഹം വാമനമൂർത്തി വന്ന് അദ്ദേഹനെ ഓടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ശരിയാവുക. വാമനാവതാരം കഴിഞ്ഞിട്ടല്ലേ പരശുരാമാവതാരം. അപ്പൊ പരശുരാമാവതാരത്തിലല്ലേ കേരളം വീണ്ടെടുക്കുന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ വാമനാവതാരത്തിൽ കേരളം വരണം എങ്ങനെയാ? തിരുവോണം എന്നുള്ളത് അവരുടെ തന്നെ ഒരു ആചാരമാണെന്നും അത് മക്കളെ ഉണ്ടാവാൻ വേണ്ടി മാത്രം ആചാരമാണ്, അവരെ വാമനനെ ആരാധിക്കുന്നതാണ് എന്ന് അവര് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വാസമൊന്നുമില്ല. അവര് പറയാണ് അവരുടെ ആചാരങ്ങള് അവരുടെ മാത്രം ആചാരങ്ങളാണ്. സ്ഥിരനായ മഹാബലി പാതാളത്തിൽ നിന്ന് കയറി വരുന്ന ആചാരമല്ല. അത് വാമനന്റെ ജയന്തിയാണ്, തൃക്കാക്കരയൊക്കെ കൊണ്ടാടുന്നത്. ഇതൊക്കെ അവരുടെ മതവിശ്വാസികൾ പറഞ്ഞാൽ പോലും നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അയ്യോ അത് കേൾക്കാൻ പറ്റത്തില്ല. അയ്യോ അതൊന്നും നോണയാണ്, അവര് പറഞ്ഞ ചുമ്മാ പൊട്ടതരാമേ ഇതും പറഞ്ഞോണ്ട് നമ്മുടെ ദേവാലയത്തിലേക്ക് ഓണമൊക്കെ കൊണ്ടുവന്നിട്ട് എത്രയോ ആഘോഷമാണ് ആചരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര സങ്കടപ്പെടുക. പള്ളിയിൽ പോലും പോലും വിശുദ്ധ കുർബാനയ്ക്ക് പോലും പോയില്ല, എന്നിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഓണം 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 ഇതെല്ലാം കൽപ്പന ലംഘനമാണെന്നുള്ള സത്യം നമ്മളെ പലരും തിരിച്ചറിയുന്നില്ല. സാധാരണ വിശ്വാസികളായ നിങ്ങളോട് ഞാനെന്ന് പറയുകയാണ്, ഇതേപോലെ പൊട്ടത്തരം പഠിപ്പിക്കാൻ ഇനിയും ഒരുപാട് ആൾക്കാർ കടന്നു വരും. അതൊന്നും വിശ്വസിക്കാനോ കേൾക്കാനോ ചെവി കൊടുക്കരുത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് ഉറപ്പിക്കുക. കാരണം ഞാൻ ബൈബിൾ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ ഈശോയെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. വേറെ ആരാധിക്കോ ആഘോഷിക്കോ അത് മറ്റുള്ളവർ ചെയ്തോട്ടെ, ഞാൻ ആഘോഷിക്കുന്നില്ല. ഞാൻ വർഷങ്ങളായിട്ട് 10-12 വർഷങ്ങളായിട്ട് 12 അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് ഞാൻ ഓണത്തിന്റെ ഒരു പരിപാടിക്കും പോകാറില്ല, ഞാൻ ആഘോഷിക്കാറില്ല. കാരണം അത് ഒന്നാമത്തെ കൽപ്പന ലംഘനമാണ്, അത് വിഗ്രഹാരാധനയാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യം കിട്ടിയതിനു ശേഷമാണ് ഞാൻ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നതും ആഘോഷിക്കാതെ മാറി നിൽക്കുന്നതും. ഇപ്പൊ നമ്മൾ പറയും എല്ലാവരും ആഘോഷിക്കുന്നതല്ലേ, ഞാൻ ആഘോഷിച്ചാൽ എന്താ കുഴപ്പം? ശരിയാണ്, എല്ലാവരും ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കാനാണ് ക്രിസ്ത്യാനി. നിന്റെ പേരിന് എന്താ അർത്ഥമുള്ളേ? നിന്റെ പേരിന് എന്താ അർത്ഥമുള്ള? എല്ലാവരും ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കാനാണെങ്കിൽ ദാനിയേലിന്റെ പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നബൂഖദ്നേസർ രാജാവിന്റെ സ്വർണ്ണ ബിംബത്തെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മാളം വാദ്യമേളങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിന് കുമ്പിടണം എന്ന് ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. എന്നാൽ 3 പേർ അതിന് എതിരായിട്ട് എണീറ്റ് നിന്നു, കുമ്പിടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറെ ആളുകളുണ്ട്, അവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അച്ഛന്മാരെ പോലെ മെത്രാന്മാരെ പോലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവര് ചിന്തിച്ചു, രാജാവിന്റെ ഒരു പ്രതിമയല്ലേ, ഒന്ന് കുമ്പിട്ടാൻ എന്താ കുഴപ്പം? ഒന്ന് കുമ്പിട്ട് നേരത്തെ ഒന്നും സംഭവിക്കാം, ആകാശം ഇടിഞ്ഞു വീഴുവോ? ഒന്നും സംഭവിക്കാൻ, ഒന്ന് മഴ വീഴുവോ? പിന്നെ കാക്ക മലക് പറക്കുവോ? ഒന്ന് കുമ്പിട്ട എന്ന് അവിടെയുള്ള ആൾക്കാരും ചിന്തിച്ചു. എന്നാലും 3 പേര് ഒരു ദാക്ഷിണ്യം കൂടാതെ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ വേറെ ആരെ ആരാധിക്കില്ല. ഒന്ന് കുമ്പിട്ടുന്നവർക്ക് എന്താ കുഴപ്പം? ഒന്ന് ആരാധന മാറ്റി ഒന്ന് ആഘോഷിച്ചു എന്നവർക്ക് എന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയാ, അന്ന് ഈ ദാനിയേൽ ഈ 3 ശദ്രാക്ക് മെഷാക്ക് അബേദ്നെഗോ 3 പേര് അവിടെ എണീറ്റ് എന്നിട്ട് പറയാ, ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കുള്ളൂ. എന്ത് പൊട്ടത്തരം അല്ലേ?
അവർക്ക് വലിയ ആവശ്യമുണ്ടോ ആ തീച്ചുകളിലേക്ക് പോകണ്ടേ? കാരണം അവർക്ക് ഒന്ന് കുമ്പിട്ടാ പോരെ. ഞാൻ പറയാം, ഞാൻ കുമ്പിടുമ്പോ ഞാൻ രാജാവിനെ ആരാധിക്കുന്നില്ല, ഞാൻ എന്റെ ദൈവത്തെ മനസ്സ് കണ്ടുകൊണ്ട് ഞാനൊന്ന് കുമ്പിടുന്നേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണമെങ്കിൽ ആ കുമ്പിട്ടാ പോരായിരുന്നു. അവരെ തീച്ചുകളിലേക്ക് പോകേണ്ട വരില്ലായിരുന്നല്ലോ അല്ലെ? അവിടെയുള്ള മറ്റുള്ളവരൊക്കെ ഇവര് മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെ കുമ്പിട്ട് കിടക്കാം. രാജാവിന്റെ സ്വർണ്ണബിംബത്തെ ഇങ്ങനെ കുമ്പിട്ട് കിടക്കുമ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ 3 പേര് ഇങ്ങനെ എണീറ്റ് നിൽക്കും. അപ്പൊ ഇതൊന്നും നോക്കുന്നത് കുമ്പിട ഒന്ന് കുമ്പിട്ടോടെ എന്തെങ്കിലും കുഴപ്പം, ഞാനും ദൈവത്തെയല്ലേ ആരാധിക്കണം, ഞാൻ കുമ്പിടുന്നില്ല, നിനക്കും കുമ്പിടാൻ പറ്റില്ലേ? ഇതൊക്കെ തന്നെ നമ്മുടെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയ സഹോദരി, ഇത്തരം പൊട്ടത്തരങ്ങൾ ആര് പഠിപ്പിച്ചാലും അത് വിശ്വസിക്കാനോ അത് കേൾക്കാനോ നിൽക്കല്ലേ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലെ ഉള്ളിന്റെ അറകളിൽ കയറിയിട്ട് നിങ്ങൾ ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക, ഇത് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, എന്താണ് വചനം പഠിപ്പിക്കുന്നത്, വചനം അടിസ്ഥാനത്തിൽ അത് വിഗ്രഹാരാധനയാണോ, എങ്ങനെയാണ് വിഗ്രഹാരാധന ആവുന്നത്? നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കുക, നിങ്ങൾ ചരിത്രം മുഴുവനും പഠിക്കുക. എങ്ങനെയാണ് ഓണം കടന്നു വന്നത്, ചേരനാട്ടിൽ നിന്ന് കേരള നാട്ടിലേക്ക് കയറി വന്ന ചരിത്രം എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾ നോക്കുക. കാലഘട്ടത്തില് ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് മഹാബലി എന്നുള്ള മിത്തിനെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ആണ് ഇവർ കാട്ടിക്കൂട്ടിയത് എന്ന് നിങ്ങൾ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക. നിങ്ങളുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക. എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഓർത്തുള്ള, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന ഈശോയുടെ വാക്ക് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അത് വൈദികനായിക്കോട്ടെ, ഏത് കൗൺസിലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് കൈക്കാരന്മാരോ കപ്പ്യാരോ ആര് പറഞ്ഞോട്ടെ, മെത്രാൻ തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾ വഴി തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവേൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം നഷ്ടമാകും, നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ പോകുകയില്ല. ഒട്ടുമിക്ക ധ്യാനഗുരുക്കന്മാരും, നല്ല വിശുദ്ധിയെ ജീവിക്കുന്ന ഒട്ടുമിക്ക ധ്യാനഗുരുക്കന്മാരും ഈ ഓണത്തെ ശക്തമായിട്ട് എതിർക്കുന്നവരാണ്, ശക്തമായിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്, അത് ആഘോഷിക്കാത്തവരാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അനുഗുരുക്കന്മാർ പോലും ഇതിനെ എതിർക്കുന്നത് എന്ന് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് മാത്രം ഇത്തരത്തിലുള്ള പൊട്ടത്തരം പഠിപ്പിക്കുന്ന ഏതെങ്കിലും വൈദികരോ ആരെങ്കിലും വന്നാൽ അതിനെ ചെവിക്കൊള്ളാതെ മാറ്റി നിർത്തുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.